അന്നൊരിക്കൽ ബാലു പറഞ്ഞില്ലേ വരയ്ക്കാൻ പേപ്പറില്ലെന്ന്. ദാ കലണ്ടർ ഷീറ്റല്ല, ഒരു സൈഡ് വരയ്ക്കാം. ആ കൊള്ളാം. ഞാൻ വിചാരിച്ചു ബാലു എന്നോട് പിണക്കമാണെന്ന്. എന്തിന്? ആ വേലായുധൻ സാറിന് ബാലുവിനെ ഇഷ്ടമല്ലാത്തോണ്ട് അയക്കാത്തത്. എന്റെ പടത്തേക്കാൾ എന്ത് നന്നായിരുന്നു ബാലുവിന്റെ പടം. ഞാൻ കണ്ടു. ഓ അതൊന്നും സാരില്ല. ഈ പെൻസിലുകൾ തരാനാ ഞാൻ വരാമെന്ന് പറഞ്ഞത്. സിറ്റിയിൽ പോയപ്പോ കിട്ടിയതാ. ദാ. അയ്യോ, അതിനാണോ ബാലു രാവിലെ? ശ്യാമയ്ക്ക് സമ്മാനം കിട്ടും. ഞാൻ പോട്ടെ. കഷ്ടമായി പോയി സബ് ജില്ലക്ക് പോകാൻ പറ്റാത്തത്. ഓ അതിലൊന്നും കാര്യമില്ല. എല്ലാവർക്കും അറിയായിരുന്നു ശ്യാമയെ കൊണ്ടുപോകുന്നു. അതെന്താ? അവളുടെ പടങ്ങൾ ഇവന്റേതിനേക്കാൾ നല്ലതായതുകൊണ്ട്. അല്ലാതെന്താ? എല്ലാരും പറയണ ആനയെ വരയ്ക്കാൻ പറഞ്ഞിട്ട് നീ നായെ വരച്ചെന്ന്. ശരിയാണോ ബാലു? അറിയാത്ത കാര്യത്തെ പറ്റി അഭിപ്രായം പറയത്ത് പോ. ആനയെ വരയ്ക്കാൻ പറഞ്ഞിട്ട് അവൻ നായെ വരച്ചത് പോട്ടെന്ന് വെക്കാം. അച്ഛനെ അമ്മയും വരയ്ക്കാൻ പറയാത്തത് ഭാഗ്യേ. അവൻ എന്തോ ചെയ്തേനെ. ചോദിച്ചാ അച്ഛനും അമ്മയില്ലാത്തൊരു കുട്ടി വലിച്ചേറിയതാണെന്ന് പറഞ്ഞു. അത് തീരെ ശരിയായില്ല. നിന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ കേൾക്കാത്ത ഭാഗത്തിൽ പോന്നാ പോരെ? കേൾക്കാത്ത ഭാഗത്തിൽ ഞാൻ എങ്ങനെ പോരും അമ്മേ? ഞാൻ കേട്ടല്ലോ. ശരി, കേട്ടെന്ന് വെച്ച് നീ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാ മതിയായിരുന്നു. ആ കുട്ടിയുടെ ഷർട്ട് കീറിയത് തെറ്റായിപ്പോയി മോനെ. ഞാൻ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാ അവന്റെ അമ്മ അതറിയില്ലല്ലോ. ഓഹോ, അപ്പൊ അതായിരുന്നു ഉദ്ദേശം. അമ്മ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് മോനെ വഴക്കിനൊന്നും പോരുതെന്ന്. അതിന് ഞാൻ അങ്ങോട്ട് വഴക്കിനൊന്നും പോയില്ലല്ലോ അമ്മേ. ആരോട് വഴക്കിന് പോയാലും കൊള്ളാം, നീ പോയി ആ കുട്ടിയോട് മാപ്പ് ചോദിക്കണം. അയ്യനേത്തച്ഛൻ ഇത് അറിയുമ്പോ എന്ത് വിഷമിക്കുമെന്നോ. അച്ഛനോട് വേണമെങ്കിൽ മാപ്പി വയ്ക്കാം, വേണുവിനോട് വയ്യ.